പിതാക്കളെ, സ്നേഹമുള്ളവരെ, പീഠത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്തിന് മറന്നിരിക്കുക സാധ്യമല്ല. ഭീകരമായ അന്ധകാരത്തിന്റെ നടുവിൽ പോലും ഏറ്റവും നിസ്സാരമെന്ന പോലെ, എന്നാൽ എല്ലാവർക്കും എല്ലാം എന്ന പോലെ ആ ദീപം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു വിശുദ്ധ ജീവിതവും. ഏറ്റവും ഇളയ പ്രായത്തിൽ തന്നെ അവൾ പറയുമായിരുന്നു, എനിക്കൊരു വിശുദ്ധയാകണം. ആരാലും അറിയപ്പെടാത്ത ഒരു വിശുദ്ധ. തന്റെ ഉള്ളിന്റെ ഉള്ളിൽ മൊട്ടിട്ട വിശുദ്ധിയുടെ മുള വെയിലത്ത് വാടിയില്ല, അഗ്നിയിൽ കരിഞ്ഞുമില്ല. ദൈവസ്നേഹത്തിന്റെ തീനാളമായി പ്രാർത്ഥിക്കുന്ന അമ്മയായി, ചലിക്കുന്ന സക്രാരിയായി മാറിയ അമ്മ തന്നെ സമീപിക്കുന്നതോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. ജീവിതം ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയ അവൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു നല്ല ജീവിതം കഴിപ്പാനല്ല, പിന്നെയോ ഒരു സാങ്കല്പമായ വിധത്തിൽ പുണ്യാർത്ഥമാകുന്ന ജീവിതം കഴിക്കുന്നതിനാണ് മഠത്തിൽ വന്നിരിക്കുന്നതെന്ന. തന്റേതെല്ലാം പ്രാണനാഥിനു വേണ്ടി പങ്കുവെച്ച് കല്ലും മുള്ളും നിറഞ്ഞ ഇടുങ്ങിയ പാതയിലൂടെ തന്റെ മോശം മണവാളനെ ലക്ഷ്യമാക്കി ആ ധീരകന്യക നടന്നു നീങ്ങി. ആർഭാട ജീവിതവും ദുരിമാനവും കൈമുതലാക്കുന്ന ഇന്നത്തെ ഈ ആധുനിക തലമുറയ്ക്ക് മുൻപിൽ വിശുദ്ധ അമ്മ ഒരു ചോദ്യചിഹ്നമായി നിർത്തുന്നു. സ്വാർത്ഥതയ്ക്കും ആഡംബരത്തിനും മുൻതൂക്കം നൽകുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കത്തിയെരിഞ്ഞ് വേദനിക്കുന്നവരുടെ ഹൃദയഭാഗങ്ങൾ ഒപ്പിയെടുത്ത് ദിവ്യസക്രാരിക്ക് മുമ്പിൽ സമർപ്പിച്ച് കയ്യിൽ ചലിക്കുന്ന ജപമാലയുമായി സന്ധ്യയുടെ യാമങ്ങളിലും പകലിന്റെ നീണ്ട മണിക്കൂറുകളിലും അമ്മ നടന്നു നീങ്ങി. പടയാളിക്ക് തന്റെ ആത്മനിഷ്ഠയുള്ള വാൾ എന്ന പോലെ അമ്മയ്ക്കും തന്റെയും മറ്റുള്ളവരുടെയും ആത്മനിഷ്ഠയുള്ള ആയുധമായിരുന്നു ജപമാല. സമ്പത്ത്, തർക്കം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭിന്നത, മക്കളില്ലായ്മ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുമായി അമ്മയെ തേടി ആളുകൾ എത്തുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി അവരോട് ആശ്വാസത്തിന് കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും സുഹൃത്തുക്കളും തന്റെ സ്വന്തം കൈപ്പടിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തക്ക സമയത്ത് തന്നെ ഉദ്ദിഷ്ടകാര്യം നേടിയ അവർ തികഞ്ഞ നന്ദിയോടെ അമ്മയെ സമീപിക്കുക പതിവായിരുന്നു. തന്റെ സ്വന്തം കുടുംബത്തിലെ സമ്പത്ത് ക്ഷയിച്ച് വേദനയോടെ തന്നെ കാണാനെത്തിയ തന്റെ സഹോദരനോട് അമ്മ ഇപ്രകാരം പറഞ്ഞു: പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് കേട്ടോ. അതെ, പണത്തേക്കാൾ പ്രധാനപ്പെട്ടത് പുണ്യമാണെന്നും പുണ്യം വഴി വിശുദ്ധി പ്രാപിക്കാമെന്നും ജീവിച്ചു കാണിച്ച വിശുദ്ധ അമ്മയെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം വല്ലാത്തതല്ല. എനിക്ക് ആ വെല്ലുവിളി സ്വീകരിക്കാൻ ആവശ്യമായത് ഒന്ന് മാത്രം: ക്രിസ്തുവിനോടുള്ള സ്നേഹം, അത്യാധികമായ സ്നേഹം. മറ്റൊരു വാക്കിൽ പറഞ്ഞ അവനോടുള്ള പ്രണയം. ദൈവം വല്ലാത്തതിനെയെല്ലാം കുപ്പ പോലെ വലിച്ചെറിഞ്ഞപ്പെട്ടതാണ്. വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ അമ്മ നമ്മെ ആഹ്വാനം